അരുവിക്കര ദേശവാസികൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് പള്ളിമുക്ക് എന്ന് പറയുന്ന കല്ലയം പള്ളിമുക്ക്. അവിടെ കൊർണലോസ് ബ്രദർ എന്ന് പറയുന്ന ദൈവദാസനും ആ ടീമുമായിട്ട് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. അവിടെ ഒരു ആരാധനയുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10 മണിക്കാണ് ആരാധന. എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ച അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച നസറത്തുകാരനായ യേശുക്രിസ്തു ഈ വൈകുന്നേരം മുള്ളവനോട് ദേശവാസികളോട് വിളിച്ചു പറയുകയാണ്. യേശു പറയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, പ്രത്യാശയില്ലാത്ത ഈ മുള്ളനോട് ദേശവാസികളെ സമാധാനം ക്രിസ്തുവിലുണ്ട്. യേശുവാണ് സമാധാന പ്രഭു, യേശുവാണ് സമാധാനം തരുന്ന ദൈവം. ആ യേശുവിൽ സമാധാനമുണ്ട്. നിങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. യേശുവിന്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഞാൻ ഒരിക്കൽ സമാധാനമില്ലാത്തവനായിരുന്നു. 1990 വരെ എന്റെ ഭാര്യ രോഗിയായി തീർന്നു. സമാധാനം നഷ്ടപ്പെട്ട് അടുത്തുള്ള വെട്ടുകാട് പള്ളിയിൽ സ്ഥിരം പോകും. പലരുടെയും ദൈവത്തെ വിളിച്ചു. എന്നാൽ ഒരു സ്ഥലത്തും ആർക്കും എന്റെ ഭാര്യയെ സൗഖ്യമാക്കിയില്ല. എന്നാൽ സൗഖ്യം തരുന്ന, സമാധാനം തരുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കി, അറിഞ്ഞു. യേശുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ ദൈവവും കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. സമാധാനമില്ലാത്ത പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമാധാനം യേശുവിലുണ്ട്. എനിക്ക് എന്റെ ഭാര്യ രോഗിയായി തീർന്നപ്പോൾ ഈ യേശുവിനെ ഞാൻ ദൈവമായിട്ട് എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് എന്റെ ഭാര്യയെ 90-ൽ സൗഖ്യമാക്കിയത്. ആ സൗഖ്യമാക്കിയ യേശു, സമാധാനം തന്ന യേശു, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ യേശു നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സമാധാനം യേശുവിനുണ്ട്. ലഹരി മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ലഹരി ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. നോക്ക്, അത് മുഖാന്തരം ഭൗതികങ്ങളിൽ സമാധാനമില്ല. ഒരു ഭാര്യ, ഒരു ഭർത്താവിന്റെ കുടി മുഖാന്തരം ഭാര്യയ്ക്ക് സമാധാനമില്ല. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ കുടിക്കുന്ന സഹോദര, ലഹരി ഉപയോഗിക്കുന്ന സഹോദര, ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ അത് ഉപേക്ഷിച്ച് സമാധാന പ്രഭുവായ ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ അത് നിനക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കും. നിനക്ക് സമാധാനം ലഭിക്കും. സമാധാനം ക്രിസ്തുവിലുണ്ട്. എന്റെ അപ്പൻ വലിയൊരു കുടിയനായിരുന്നു. കുടിച്ച് രോഗിയായി തീർന്നു, കിടപ്പിൽ കിടന്നു. ഈ അപ്പന്റെ മകനാണ് ഞാൻ. നോക്ക്, എന്റെ അപ്പൻ കുടിയനായിരുന്നു. പ്രിയ സഹോദര, കുടിമുഖാന്തരം നിന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കത്തില്ല. നിന്റെ കുടുംബം ഛിന്ന ഭിന്നമായി തീരും. അതില്ലാതിരിക്കണമെങ്കിൽ നീ ലഹരി ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ഈ പകൽക്കാലം നിങ്ങളോട് അറിയിക്കുക. ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല ഈ നട്ടുച്ച വെയിലില് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. വെയിലും കൊണ്ട് പ്രിയ സഹോദര, യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് സമാധാനം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ
ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, സമാധാനം വേണമോ? യേശുവിന്റെ അടുത്ത് പറഞ്ഞു. എങ്ങനെ ഒരാൾക്ക് സമാധാനം ലഭിക്കും? സമാധാനം എങ്ങനെ ലഭിക്കും? സമാധാനം ലഭിക്കണമെങ്കിൽ യേശു നിന്റെ ഹൃദയത്തിൽ അകത്ത് വരണം. എങ്ങനെ ഹൃദയത്തിനകത്ത് വരും? നോക്ക്, യേശു സ്വർഗത്തിൽ മഹാദൈവമായിരിക്കെ, മഹിമയുടെ വലതുഭാഗത്തിരിക്കെ, ആ സ്വർഗീയ മഹിമ കുടങ്ങൾ വടിച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാടികള് കന്യകയായ മറിയത്തിൽ കൂടി പരിശുദ്ധാത്മ ശക്തിയാൽ മറിയം ഗർഭം ധരിച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായി 33.5 വർഷക്കാലം യേശു ഭൂമിയിൽ ജീവിച്ച് സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരകനായി, സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരകനായി മൂന്നാടികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്.